प्यारे बच्चों, सबको मेरा नमस्कार। ഐഗേറ്റിന്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും स्वागतम। पिछली कक्षा में हम लोगों ने क्या पढ़ा था? संज्ञा, सर्वनाम और विशेषण के बारे में पढ़ा था, है ना? क्या है संज्ञा? किसी व्यक्ति, वस्तु, स्थान, भाव आदि को प्रकट करने वाले शब्दों को हम क्या कहते हैं? संख्या कहते हैं, है ना? और सर्वनाम क्या है? सर्वनाम संज्ञा शब्दों के बदले प्रयुक्त करने वाले शब्द, അതായത് നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ? നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട് മേം, ടു, തും, ആപ്, ഹം, യ, വ, വേ, യേ, ജോ, സോ, കോൻ, ക്യാ, കുച്ച്, കോയി അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. उसके बाद हम विशेषण के बारे में പഠേ അല്ലേ? അതിനുശേഷം നമ്മൾ വിശേഷണത്തിനെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു പഠിച്ചത്? विशेषण क्या है? संख्या शब्द या सर्वनाम शब्दों की विशेषताओं को प्रकट करने वाले शब्द. നാമപദങ്ങൾ അല്ലെങ്കിൽ സർവനാമപദങ്ങളായിട്ടുള്ള വാക്കുകളുടെ വിശേഷതകൾ പ്രകടിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയുന്നു? വിശേഷണം എന്ന് പറയുന്നു അല്ലേ? ഇത്രയാണ് പഠിച്ചത്. പിന്നെ നമ്മൾ സംഖ്യാ കെ ബാരേമി, അതായത് നാമത്തെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഇസ്കെ കൈ ഭേദ് ഹെ, ഇതിന് ഒരുപാട് വിഭാഗങ്ങൾ അല്ലേ? ഇതിനെ പലതായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് സർവനാമുണ്ട്, അതുപോലെ വിശേഷണമുണ്ട്. ഓക്കെ, അപ്പോൾ ആജ് ഹം, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സംഖ്യാ കെ ഭേദ് കെ ബാരേമി പഠനെ ജാ രഹേ ഹെ അല്ലേ? നാമത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, सबसे पहले व्यक्तिवाचक संख्या. व्यक्तिवाचक संख्या, व्यक्तिवाचक संख्या എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? किसी व्यक्ति, वस्तु, इसका बोध कराने वाले संज्ञा शब्दों को അല്ലേ? വ്യക്തി, വസ്തു, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നാമപദങ്ങൾ, അതിനെന്ത് പറയുന്നു? വ്യക്തിവാചക് സംഖ്യ. എന്താണ്? ജിസ് സംഖ്യ शब्द से, जिस संख्या शब्द से व्यक्ति या वस्तु, जिस संख्या शब्द से व्यक्ति या वस्तु का बोध होता है, उसे व्यक्तिवाचक संख्या कहते हैं. व्यक्तिवाचक संख्या कहते हैं. ओके, जिस संज्ञा शब्द से व्यक्ति या वस्तु का बोध होता है उसे व्यक्तिवाचक संख्या कहते हैं അല്ലേ? വ്യക്തികളുടെ പേര്, വസ്തുക്കളുടെ പേര്, ഇങ്ങനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അവയെ മാത്രം നമ്മൾ നാമത്തിൽ ഏത് ഗണത്തിൽപ്പെടുത്തുന്നു? വ്യക്തിവാചക് സംഖ്യ. വ്യക്തിവാചക് സംഖ്യ അതിൽപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ അതൊക്കെ എന്തിലാണ് വരുന്നത്? രാഹുൽ എന്നുള്ളൊരു പേര് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും പേര് അല്ലേ? അല്ലെങ്കിൽ മാധവ്, എന്താണ്? ഇതൊക്കെ ഒരു പേരാണ്. അല്ലെങ്കിൽ റിയ, ഇതൊക്കെ വ്യക്തികളുടെ പേരുകൾ. ഇങ്ങനെയുള്ള ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വ്യക്തിവാചക സംഖ്യ അല്ലേ?
ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കലം എന്താണ് ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാം. ദില്ലി, ഇതൊക്കെ എന്താണ് വ്യക്തിവാചകമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വ്യക്തി യാ വസ്തു കാ ബോധ് കരാനെ വാലേ ശബ്ദ്, വ്യക്തി വസ്തു ഇങ്ങനെ ഇതിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്തിലാണ് അറിയപ്പെടുന്നത്? വ്യക്തിവാചക് സംഖ്യ. ഇതിലറിയപ്പെടുന്നത് വ്യക്തിവാചക് സംഖ്യ എന്നാണ്. ഓക്കെ, ഈ കാര്യം ക്ലിയർ അല്ലേ? जिस संख्या शब्द से व्यक्ति या वस्तु का बोध होता है उसे हम क्या कहते हैं? വ്യക്തിവാചക് സംഖ്യ. അതിൽ ആളുകളുടെ പേരാവാം, വസ്തുക്കളുടെ പേരാവാം, ഇങ്ങനെയുള്ള പേരുകളെ സൂചിപ്പിക്കുന്ന, അല്ലെ സ്ഥലത്തിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ പേര് ചിലപ്പോൾ സംശയം തോന്നാം നിങ്ങൾക്ക് ഇതിലാണോ പേരെന്ന്, പക്ഷേ സ്ഥലത്തിന് ഓരോ പേരുകളുണ്ടല്ലോ, അപ്പോൾ അത് വ്യക്തിവാചകത്തിലാണ് പെടാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇത് വ്യക്തിവാചക് സംഖ്യ അല്ലേ. ഇനി ജാതിവാചക് സംഖ്യ. ഏതാണ് ജാതിവാചക് സംഖ്യ? ജാതിവാചക് സംഖ്യ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ജാതിവാചക് സംഖ്യ ഒരു ജാതി അല്ലെങ്കിൽ എന്താ പറയാ സമൂഹം, കൂട്ടം അല്ലേ. അതും എങ്ങനെയുള്ളത്? ഏക് ഹി പ്രകാർ, ഒരേപോലുള്ള വസ്തു, വ്യക്തി കാ ബോധ് അല്ലേ, ഒരേപോലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ, അതാണ് ജാതിവാചക് സംഖ്യ. ഓക്കെ, എന്താ നമുക്ക് ഇവിടെ എഴുതാം? ജിസ് संख्या शब्द से एक ही प्रकार, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. एक ही प्रकार, ഒരേപോലുള്ള, एक ही प्रकार की व्यक्ति या वस्तु का बोध होता है उसे हम വേണ്ട, उसे जातिवाचक संख्या, जातिवाचक संख्या कहते हैं. जातिवाचक संख्या कहते हैं जिस संख्या शब्द से एक ही प्रकार की, ഒരേപോലുള്ള, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, एक ही प्रकार की व्यक्ति या वस्तु का बोध होता है उसे जातिवाचक संख्या. ഇപ്പോൾ ഉദാഹരണം നോക്കൂ. നിങ്ങൾ ഉദാഹരണങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇങ്ങനത്തെ ഡെഫിനിഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പം ജൈസേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കൂ, ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം മനുഷ്യ എന്ന് പറഞ്ഞ സമയത്ത് ആ മനുഷ്യജാതിയെ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സംഖ്യാശബ്ദം. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇവിടെ പറയാണ് നദി എന്ന് പറയുന്ന സമയത്ത് എന്താ, ആ നദീനെ മൊത്തത്തിലാണ്, നദികളെ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതുപോലെ പഹാഡ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു പർവ്വതങ്ങളുടെ ആ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ജാൻവർ അല്ലേ, അല്ലെങ്കിൽ പക്ഷി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊക്കെ ആ ഒരു മൊത്തത്തിലുള്ള സമൂഹത്തെയാണ് സൂചിപ്പിക്കുക അല്ലേ. ഇവിടെയൊന്നും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ അത് എന്തിലേക്ക് പോകും? വ്യക്തിവാചകത്തിൽ പോകും. പക്ഷെ ഇതൊക്കെ ഒരു സമൂഹം അല്ലേ. മനുഷ്യ, നദി, പഹാഡ്, ജാൻവർ, പക്ഷി അല്ലേ, ഇതൊക്കെ എന്താണ്? ഒരേ एक ही प्रकार व्यक्ति या वस्तु का बोध कराते हैं ये सब शब्द, इसलिए इसे क्या कहते हैं? അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു? ജാതിവാചക് സംഖ്യ. ഓക്കെ, ജാതിവാചക് സംഖ്യ എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഏതാ വരുന്നത് നോക്കൂ, ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം.
भाववाचक संख्या, भाववाचक സംഖ്യ എന്താണ്? ഭാവവാചക സംഖ്യ. ഇതെന്താ സൂചിപ്പിക്കുന്നത്? किसी व्यक्ति वस्तु का गुण, धर्म, दशा, भाव इसको प्रकट करने के लिए, इस तरह प्रकट करने वाले संज्ञा शब्द, ഇങ്ങനെ പ്രകടമാകുന്ന നാമപദങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള പദങ്ങളെയാണ് എന്ത് പറയുന്നത്? ഭാവവാചക സംഖ്യ. ഓക്കെ, അപ്പോൾ നോക്കിയോളൂ, ഇവിടെ എഴുതാം. ജിസ് സംഖ്യ शब्द से, जिस संख्या शब्द से व्यक्ति या वस्तु का गुण, धर्म, दशा, भाव आदि का बोध, आदि का बोध होता है, उसे हम क्या कहते हैं? भाववाचक, भाववाचक संख्या कहते हैं, भाववाचक संख्या करते हैं. അപ്പോൾ किसी संज्ञा शब्द से, ഏതെങ്കിലും ഒരു നാമപദത്തിൽ നിന്ന് വ്യക്തി യാ വസ്തു കാ ഗുൺ, വ്യക്തിയോ വസ്തുവിൻ്റെയോ ഗുണോ, അതുപോലെ തന്നെ ധർമ്മ, ദശ, ദശ എന്ന അവസ്ഥയാണ്, ഭാവ്, ആദി കാ ബോധ് ഹോത്താ ഹെ, മുതലായവയെ പ്രകടമാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നാമപദങ്ങളെ, അതായത് വ്യക്തി അല്ലെങ്കിൽ വസ്തു, ഇതിൻ്റെ എന്തൊക്കെയാണ്? ഗുണം, ദശ, ധർമ്മ, ദശ, ഭാവ്, ഇതിനൊക്കെ പ്രകടമാക്കുന്ന അങ്ങനെയുള്ള സംഖ്യാശബ്ദം അല്ലേ, അതെന്താണ്? ഭാവവാചക സംഖ്യ എന്ന് പറയും. ഉദാഹരണമായിട്ട് നമുക്കിവിടെ എഴുതാം. എന്താണ്? ഇപ്പൊ ജവാനി, ഇത് ഒരു യൗവന അവസ്ഥയാണ് അല്ലേ. അതുപോലെ തന്നെ സുഖ്, ഇതൊരു അവസ്ഥയാണ് അല്ലേ. അതുപോലെ തന്നെ പഠായി, എന്താണ്? പഠായി എന്ന പഠിത്തം അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ മിഥാസ് എന്ന് പറയുകയാണെങ്കിൽ മധുരമുള്ള അല്ലേ, ഇതൊരു വസ്തുവിൻ്റെ ഒരു ഗുണമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. ഇങ്ങനെ किसी व्यक्ति या वस्तु का गुण, धर्म, दशा, भाव आदि प्रकट करने वाले संज्ञा शब्द, इसे हम क्या कहते हैं? भाववाचक संख्या, भाववाचक संख्या कहते हैं. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? आद्यम व्यक्तिवाचक संज्ञा, जिस संख्या शब्द से व्यक्ति या वस्तु का बोध होता है, അവിടെ വ്യക്തി വസ്തു ഇതിനെ പ്രകടിപ്പിക്കുന്ന അല്ലേ, അങ്ങനെയുള്ള സംഖ്യാശബ്ദം, അതിനാണ് എന്ത് പറയുന്നത്? വ്യക്തിവാചക് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? जातिवाचक संज्ञा अल्ले, जिस संज्ञा शब्द से एक ही प्रकार अल्ले, एक ही प्रकार की वस्तु व्यक्ति का बोध होता है अल्ले, ഒരേ പോലുള്ള വസ്തുക്കളുടെ ബോധം അല്ലേ, അല്ലെങ്കിൽ ഒരേ വസ്തുക്കളെ പ്രകടമാക്കുന്നത്, ഒരേപോലുള്ള വസ്തുക്കളെ പ്രകടമാക്കുന്ന സംഖ്യാശബ്ദം, അതിനാണ് എന്ത് പറയുന്നത്? ജാതിവാചക് എന്ന് പറഞ്ഞത് അല്ലേ. അതിനുശേഷം നമ്മൾ ഭാവവാചകത്തിൽ നിന്നും അവിടെ എന്താ? ജിസ് സംഖ്യാ ശബ്ദ സേ വ്യക്തി വസ്തു അല്ലേ, ഇതിൻ്റെ എന്താണ്? ഗുണ, ദശ, അതുപോലെ തന്നെ ധർമ്മ, ഭാവ് അല്ലേ, ഇതിനൊക്കെ പ്രകടമാക്കുന്ന വാക്കുകൾ, അതിനെന്ത് പറയുന്നു? ഭാവവാചക സംഖ്യ. കേട്ടോ, നിങ്ങൾ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഉദാഹരണങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ നാമത്തെ തിരിക്കുന്നുണ്ട് മൂന്നായിട്ട് കേട്ടോ. ഇനി ഇത് കൂടാതെ നമ്മളിപ്പോൾ ജാതിവാചക സംഖ്യ പറഞ്ഞില്ലേ, അതിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സമൂഹവാചക സംഖ്യ എന്നും അതുപോലെ ദ്രവ്യവാചക സംഖ്യ എന്നും. ഓക്കെ, അതിനും ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ശ്രദ്ധിക്കാം.
ശരിക്ക് നമ്മൾ സംഖ്യേനെ 3 ആയിട്ടാണ് തിരിക്കുന്നത്. പക്ഷേ ചില പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾ 5 ആയിട്ട് തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിലാണ് നമ്മൾ പറയുന്നത് ഇത് ഒന്ന് സമൂഹവാചക്, സമൂഹവാചക് സംഖ്യ ഒന്നത്. ओके, समूहवाचक संख्या ഇതിലെന്താ പറയുന്നത്? जिस संज्ञा शब्द से व्यक्ति या वस्तु के समूह का बोध അല്ലേ, വ്യക്തിയോ വസ്തുവിൻ്റെയൊക്കെ സമൂഹം കൂട്ടത്തെ അല്ലേ അതിനെ സൂചിപ്പിക്കുന്ന അല്ലേ അതിനെ പ്രകടമാക്കുന്ന സംഖ്യാശബ്ദം അങ്ങനെയുള്ള നാമപദങ്ങൾ എന്ത് പറയുന്നു? സമൂഹവാചക് സംഖ്യ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. जिस संख्या शब्द से व्यक्ति या वस्तु के समूह का, व्यक्ति या वस्तु के समूह का बोध होता है उसे क्या कहते हैं? समूहवाचक, समूहवाचक संख्या, समूहवाचक संख्या कहते हैं. ഓക്കെ, ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാം. നോക്കൂ, സഭ അതൊരു കൂട്ടമാണ്. കക്ഷ ക്ലാസ് അല്ലേ, ഇതൊരു കൂട്ടമാണ് അല്ലേ. അതുപോലെ തന്നെ ലോഗ് അല്ലേ, അതുപോലെ തന്നെ ഗുച്ഛ, ഇത് ഒരേപോലുള്ള വസ്തുക്കളുടെ കൂട്ടത്തിനാണ് ഗുച്ഛ എന്ന് പറയുക കേട്ടോ. ഗുച്ഛ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടില്ലേ? സഭ, കക്ഷ, ലോഗ്, ഗുച്ഛ അല്ലേ, ഇതൊക്കെ എന്താണ്? ഓരോ കൂട്ടങ്ങളാണ് അല്ലേ. അപ്പോൾ किसी व्यक्ति वस्तु के समूह को അല്ലെങ്കിൽ समूह का बोध करने वाले संज्ञा शब्द അല്ലേ, വ്യക്തികളുടെ വസ്തുക്കളുടെയൊക്കെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന സംജ്ഞാ ശബ്ദം को हम क्या कहते हैं? സമൂഹവാചക് സംഖ്യ. ഓക്കെ, ഇത് 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എഴുതാം. അടുത്തത് എന്താ വരുന്നത്? 5ാമത്തത് ദ്രവ്യവാചക്, ദ്രവ്യവാചക് സംഖ്യ, ദ്രവ്യവാചക് സംഖ്യ. ഓക്കെ, ഇതാണ്. ഇതിലൂടെ എന്താ സൂചിപ്പിക്കുന്നത്? ജിസ് സംഖ്യാ ശബ്ദ സേ കിസി പദാർത്ഥോ കാ അല്ലേ, ഏതെങ്കിലും പദാർത്ഥങ്ങളുടെ കാ ബോധ ഹോത്താ ഹെ അല്ലേ, ഏതെങ്കിലും നാമപദത്തിലൂടെ ഏതെങ്കിലും വിഭിന്ന പദാർത്ഥോ കാ, വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ബോധം പ്രകടമാകുന്ന സംഖ്യാ ശബ്ദോ കാ ക്യാ കഹത്തെ ഹെ? ദ്രവ്യവാചക് സംഖ്യ कहते हैं. അതവിടെ എഴുതിക്കോളൂ. ജിസ് संख्या शब्द से विभिन्न पदार्थों का बोध होता है. जिस संज्ञा शब्द से विभिन्न पदार्थों का बोध होता है उसे हम क्या कहते हैं? द्रव्यवाचक संख्या. द्रव्यवाचक संख्या कहते हैं. ഓക്കെ, ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെയാ? പദാർത്ഥങ്ങളുടെ പേരുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാനി എന്ന് എഴുതുകയാണെങ്കിൽ അതൊരു പദാർത്ഥമാണ് അല്ലേ. അതുപോലെ തേൻ, ഇതെന്താണ്? പദാർത്ഥമാണ്. ഇപ്പോൾ സോന എന്ന് പറയുമ്പോൾ എന്താ? ഒരു പദാർത്ഥമാണ്. സ്വർണം എന്നാണ് അർത്ഥം കേട്ടോ. സോന എന്ന് പറഞ്ഞാൽ ക്രിയാരൂപത്തിൽ ഉപയോഗിക്കരുത്, ക്രിയ ആകുമ്പോൾ അത് ഉറങ്ങുക എന്നാണ് വരിക. പക്ഷേ ഇത് നാമമാണ്.
പാനി, തേൽ, സോന, അതുപോലെ തന്നെ വേറെന്താ ചാന്തി അല്ലേ? ചാന്തി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളി. ഓക്കെ, അതുപോലെ ഇപ്പം ലോഹങ്ങളെ മൊത്തത്തിൽ പറയുന്നതാണ് ലോഹ. ഇതൊക്കെ എന്താ? ഓരോ പദാർത്ഥങ്ങളാണ്. ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ദ്രവ്യവാചക സംഖ്യ. അപ്പം ഇങ്ങനെ നാമത്തെ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ തിരിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ, പിന്നെ സമൂഹവാചക സംഖ്യ और ദ്രവ്യവാചക സംഖ്യ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഖ്യാക്കെ ഭേദ്, നാമത്തിൻ്റെ ഭേദങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സർവനാം കെ ഭേദാണ്. ഓക്കെ, സർവനാം കെ ഭേദ്. സർവനാം കെ ഭേദ്. സർവനാം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? संख्या शब्दों के बदले प्रयुक्त करने वाले शब्दों को हम क्या कहते हैं? സർവനാം कहते हैं. അതായത് നാമപദങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ? അതിന് സർവനാം എന്ന് പറയും. അതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഭേദങ്ങൾ, ഇത് എത്ര വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഏതാണ്? ഇതാ വരുന്നത് പുരുഷ് वाचक सर्वनाम. പുരുഷ് വാചക് സർവനാം. ഓക്കെ, ഇതിൽ ഏകവചനത്തിൽ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ബഹുവചനത്തിൽ വരുന്നതുമുണ്ട്. ഓക്കെ, ആദ്യം പുരുഷ് വാചക് സർവനാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ ഏതൊക്കെ വരുന്നതാണ്. മേം, അതുപോലെ ഹം, तू, तुम, आप, അതുപോലെ വഹ്, യഹ്, വേ, യേ. ഇത്രയും എന്താണ്? പുരുഷ് വാചക് സർവനാം എന്ന് പറയാം. എന്താ പറയാ? പുരുഷ് വാചക്. മേം, ഹം, തു, തും, ആപ്, വ, യ, വേ, യേ. ഇതിൻ്റെയൊക്കെ മീനിങ് എന്തായിരുന്നു? മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഹം ഞങ്ങൾ, നമ്മൾ, നാം, തു നീ, തും നിങ്ങൾ, ആപ് താങ്കൾ, വ അവൻ അവൾ അത് ആ, യ ഇവൻ ഇവൾ ഇത് ഈ, വേ എന്താണ്? അദ്ദേഹം ഇവർ ഇവ, എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവർ ഇവ. ഓക്കെ, ഇതാണ്. ഇതൊക്കെ പുരുഷ് വാചക് സർവനാമാണ്. ഇതാണ് വരുന്നത് പുരുഷ് വാചക് സർവനാം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഇതിനെ വീണ്ടും നമുക്ക് തിരിക്കാനുണ്ട്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിൽ ഉത്തം പുരുഷ്, ഉത്തം പുരുഷ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? മേം, അതുപോലെ ഹം. ഓക്കെ, ഇതിൽ ഉത്തം പുരുഷിൽ ഏകവചനത്തിൽ വരുന്നതാണ് മേം, ബഹുവചനത്തിൽ വരുന്നതാണ് ഇത് ഹം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഞാനിവിടെ ഒന്ന് ഏകവചനം ബഹുവചനം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതാം. ഏകവചനം അതുപോലെ ബഹുവചനം. ഉത്തം പുരുഷ്, ഉത്തം പുരുഷ് അതിലേതാണ് വരുന്നത്? മേം വരുന്നുണ്ട് അല്ലേ? അതുപോലെ ഹം എന്നുള്ളതും വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഉത്തം പുരുഷ് സർവനാമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് പുരുഷ് വാചക് സർവനാമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഉത്തം പുരുഷ് അതിൽ മേം എന്ന് വരുന്നുണ്ട്, അതുപോലെ ഹം. മേം എന്നുള്ള ഏകവചനത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. ബഹുവചനത്തിലാകുമ്പോൾ ഹം ഞങ്ങൾ. ഓക്കെ, ഇനി മധ്യം പുരുഷ്, മധ്യം പുരുഷ് എന്ന് പറയുമ്പോൾ അതിലേതാ വരുന്നത്? തു,
മധ്യം പുരുഷിൽ ഏകവചനത്തിൽ തു എന്നും ബഹുവചനത്തിൽ തും എന്നും വരും. ഓക്കെ, നീ, നിങ്ങൾ. ഓക്കെ, പിന്നെ അന്യപുരുഷ്. അന്യപുരുഷ് എന്ന് പറയും. അതിലേതൊക്കെ വരും? യ, വ, യ അല്ലേ? അതിൻ്റെ ബഹുവചനത്തിൽ ഏതാ ഉപയോഗിക്കുന്നത്? വേ, അതുപോലെ തന്നെ യെ. രണ്ട്. ഇങ്ങനെ പുരുഷ് വാചക് സർവനാമിനെ വീണ്ടും മൂന്നായിട്ട് ഇവിടെ തിരിക്കുന്നുണ്ട് കേട്ടോ. ഉത്തം പുരുഷ് എന്ന് പറയുമ്പോൾ മേം എന്നും അതിൻ്റെ ബഹുവചനം ഹം. മധ്യം പുരുഷ് എന്ന് പറയുമ്പോൾ തു, തും. ഓക്കെ, അന്യപുരുഷ് എന്ന് പറയുമ്പോൾ അന്യ എന്നാണ് കേട്ടോ. അന്യപുരുഷ് എന്ന് പറയുമ്പോൾ വ, യ, വേ, യെ. ഓക്കെ, ഇത്രയാണ് ഉത്തം പുരുഷിൽ നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ പുരുഷ് വാചക് സർവനാം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആണ്. അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാണത്. ഉത്തം പുരുഷ് സർവനാം, മേ, ഹം, മധ്യം പുരുഷ്, അന്യപുരുഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? രണ്ടാമതായിട്ട് നമുക്ക് പറയുന്നത് നിജ്വാചക്. നിജ്വാചക് സർവനാം. അതിലേതേ വരുള്ളൂ? ആപ്പ്. ഓക്കെ, അത് ഏകവചനത്തിലാണെങ്കിലും ബഹുവചനത്തിലാണെങ്കിലും എന്ത് തന്നെയാണ് വരിക? ആപ്പ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ആപ്പ്. ഇത് നിജ്വാചക് സർവനാമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിനൊക്കെ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹൈസ്കൂൾ ലെവലിൽ അത്ര വിശദമായിട്ട് പോകേണ്ട എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നിജ്വാചക് സർവനാമാണ്. അത് ആപ്പ് എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് നിശ്ചയവാചക്. നിശ്ചയവാചക് സർവനാം. നിശ്ചയവാചക് സർവനാം. അതിൽ നമ്മൾ യഹ്, വഹ് എന്നും വേ, അതുപോലെ യേ എന്നും ബഹുവചനത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിശ്ചയവാചക് സർവനാം. ഓക്കെ, അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത്? യഹ്, വഹ്, അതുപോലെ തന്നെ വേ, യേ. ഓക്കെ, ഇനി ഏതാണ് വരുന്നത്? അനിശ്ചയവാചക്. ഏതാണ്? അനിശ്ചയവാചക്. അനിശ്ചയവാചക് സർവനാം. ഓക്കെ, ഇതിലേതാ വരുന്നത്? നമ്മൾ പഠിച്ച കോയി അല്ലേ, അതുപോലെ തന്നെ കുച്ച് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? അനിശ്ചയവാചകം. അത് ബഹുവചനത്തിൽ അങ്ങനെ തന്നെ കോയി, കുച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ്? അനിശ്ചയവാചക് സർവനാം. ഓക്കെ, പിന്നെ എന്താ അടുത്തത്? എന്താ വരുന്നത്? അടുത്തത് നമുക്ക് ഈ ഭാഗം മായ്ച്ചിട്ട് എഴുതാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്? സർവനാമിൻ്റെ പേരിൽ പ്രശ്നവാചക്. ഏതാണ്? പ്രശ്നവാചകാണ് കേട്ടോ. പ്രശ്നവാചക് സർവനാം. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മളെ സർവനാമിലെ കോൻ എന്നുള്ള വാക്കും അതുപോലെ തന്നെ ക്യാ എന്നുള്ള വാക്കും ഇത് തന്നെയാണ്. അതിനെ ബഹുവചന രൂപത്തിലും അത് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. കോൻ അതുപോലെ തന്നെ ക്യാ. ഈ രണ്ട് വാക്കുകളാണ് പ്രശ്നവാചക് സർവനാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ആദ്യത്തേതാണ് പുരുഷ് വാചക് സർവനാം. അതിലേതാ വരുന്നത്? മേ, തു, തും, ഹം, ആപ്, വ, യ, വേ, യെ അല്ലേ? അതിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നു. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ് എന്നാണ്. ഉത്തം പുരുഷിൽ ഏതൊക്കെയാണ് വരുന്നത്? മേം ഏകവചനത്തിലും ഹം ബഹുവചനത്തിലും വരുന്നു അല്ലേ? മധ്യം പുരുഷിൽ തു എന്നുള്ളത് ഏകവചനത്തിലും തും എന്നുള്ളത് എന്താണ്? ബഹുവചനത്തിലും വരുന്നു. ഓക്കെ, അന്യപുരുഷിൽ ഏതൊക്കെയാണ് വരുന്നത്? വ, യ അത് ഏകവചനത്തിലാണ് വരുന്നത് അല്ലേ? ബഹുവചനത്തിൽ വേ, യെ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏതാണ്? നിജ്വാചക് സർവനാം അല്ലേ? നിജ്വാചക് എന്ന് പറയുമ്പോൾ സ്വന്തം ആ രീതിയിലാണ് അർത്ഥത്തിൽ വരുന്നത്. ആപ്പാണ് അതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആപ്പ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് ആപ്പ്. അത് ഏകവചനത്തിലും ബഹുവചനത്തിലും ഒന്ന് തന്നെയാണ് ആപ്പ് അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു?
ഏതാണ്? നിശ്ചയവാചക് അല്ലേ? നിശ്ചയവാചകിൽ വ യ അത് ഏകവചനത്തിലും വേ യേ എന്നുള്ളത് എന്തിലും പറഞ്ഞു? ബഹുവചനത്തിലും പറഞ്ഞു. ഓക്കെ. പിന്നെ അനിശ്ചയവാചക് അതിലാണ് ഏതുള്ളത്? ഏതാണ്? കോയി, അതുപോലെ തന്നെ കുച്ച് എന്നുള്ള വാക്കുകൾ അല്ലേ? അവിടെ അത് അനിശ്ചയമാണ് അല്ലേ? അവിടെ നമുക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിശ്ചയവാചക് സർവനാമം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പ്രശ്നവാചക്. പ്രശ്നവാചകിൽ ഏതാ വരുന്നത്? കോൻ, ക്യാ, അല്ലെങ്കിൽ അതിൻ്റെ ബഹുവചനത്തിൽ കോൻ, ക്യാ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് ലാസ്റ്റത്തത് ഏതാണ് വരുന്നത്? സംബന്ധ വാചക് സർവനാമം. ഓക്കെ. ഇതിലാണ് നമ്മൾ ഏതുപയോഗിക്കുന്നത്? ജോ, സോ എന്നുള്ള സർവനാമങ്ങൾ അവിടെ അതിൽ എഴുതിയിട്ടില്ലേ? അത് ബഹുവചനത്തിൽ അങ്ങനെ തന്നെയാണ്, ജോ, സോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജോ, സോ, അതായത് ജോ എന്ന് പറയുമ്പോൾ യാതൊരുവൻ, യാതൊരുവൾ അല്ലേ? യാതൊന്ന്, യാതൊരു എന്നുള്ള മലയാള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സോ എന്ന് പറയുമ്പോൾ ഏതൊരുവനാണോ അവൻ, ആ രീതിയിലാണ് അർത്ഥത്തിൽ അവിടെ വരുന്നത്. അത് നമ്മളുടെ അതിൻ്റെ പ്രയോഗം വളരെ കുറവാണ്, അതുകൊണ്ടാണ് വ്യക്തമായിട്ടുള്ളൊരു മീനിങ് അവിടെ ഇല്ലാത്തത്. ഓക്കെ. അപ്പോൾ ഇത് സംബന്ധ വാചക് അല്ലേ? സംബന്ധ വാചക് സർവനാമമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ചിലപ്പോൾ ചില വാക്യങ്ങളെ തമ്മിൽ ചേർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സർവനാമങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോ പഠിത്താ ഹെ വഹ് പാസ് ഹോ ജാത്താ ഹെ. ജോ വ്യക്തി ആരാ ഹെ സോ മേരാ ഭായി ഹെ അല്ലേ? ആ വരുന്നത് ഏതൊരാളാണോ വരുന്നത് ആ ആള് എൻ്റെ ജ്യേഷ്ഠനാണ് അല്ലേ എന്നർത്ഥത്തിൽ ആ രീതിയിലേക്കാണ് ജോ, സോ ഉപയോഗിക്കുന്നത്. അത് സംബന്ധ് അല്ലേ? വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാനൊക്കെയാണ് അതാണ് അങ്ങനെ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സർവനാം കെ ഭേദ്. ഓക്കെ. ഒന്നുകൂടി പറയാം. ഫസ്റ്റത്തെ ഏതാണ്? പുരുഷവാചക് സർവനാം അല്ലേ? അതിലേതൊക്കെയായിരുന്നു? മേ, തു, തും, ആപ്, വ, യ, വേ അല്ലേ? അതിന് മൂന്നായിട്ട് തിരിക്കുന്നത് ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ നിജ്വാചക് ആപ്പാണ് വരുന്നത്. പിന്നെ നിശ്ചയവാചക് വ, യ, വേ, യേ അല്ലേ? അനിശ്ചയവാചക് കോയി, കുച്ച് അല്ലേ? പിന്നെ പ്രശ്നവാചക് കോൻ, ക്യാ. പിന്നെ ഏതാ വരുന്നത്? അവസാനം പറഞ്ഞത് സംബന്ധവാചക് സർവനാം. ഏതാണ് ഉപയോഗിക്കുന്നത്? ജോ, സോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ധന്യവാദം.